ഈ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ അവരുടെ കാര്യക്ഷമത ഇത് വളരെയധികം സംശയിക്കേണ്ടതുണ്ട്. ഇത് ഈ പറയുന്നത് ക്ഷാമം തീർക്കേണ്ടത് വളരെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിലാണ്. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിന്റെ മരുന്ന് ഒന്നും ഇന്നിപ്പം ആശുപത്രികളില്ല. അത് ഇപ്പൊ എന്റെ മുമ്പില് KSDPയുടെ ചെയർമാൻ ഉണ്ട്, കേരള സ്റ്റേറ്റ് ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷന്റെ ചെയർമാനാണ്. അദ്ദേഹം പറയുന്നത് മരുന്ന് ഗവൺമെന്റ് സെക്ടറിലുള്ള ഈ സ്ഥാപനത്തിൽ നിന്ന് ഗവൺമെന്റിന് ആവശ്യമായ എല്ലാ മരുന്നും അവര് സപ്ലൈ ചെയ്യാൻ തയ്യാറാണ്. അവര് ആന്ധ്രയിൽ മരുന്ന് കൊടുക്കുന്നുണ്ട്, ആന്ധ്ര സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഗവൺമെന്റ് സ്ഥാപനത്തിൽ മരുന്നെടുക്കാൻ തയ്യാറാകുന്നില്ല. ഇത് പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് മരുന്നെടുക്കാൻ തയ്യാറാകുകയും അത് അവരുമായുള്ള ചില നീക്കുപോക്കുകളിലൊക്കെ ചില സ്പർദ്ധകൾ ഉണ്ടാകുകയും കാശ് കൊടുക്കാതിരിക്കുക, ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ ഉണ്ടായതിന്റെ പേരിലാണ് ഇപ്പൊ അവർ മരുന്ന് സപ്ലൈ ചെയ്യാത്തത്. ഇതിൽ തീർച്ചയായും മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ അക്ഷന്തവ്യമായ അപരാധം തന്നെയാണത്. പിന്നെ ഫണ്ടില്ല എന്ന് പറയുന്നത്, ഒരിക്കലും ഈ മരുന്ന് വാങ്ങിക്കാൻ ഫണ്ടില്ല എന്ന വാദം ഗവൺമെന്റ് പറയാൻ പാടില്ല. ഏത് ആശുപത്രി ജനങ്ങളുടെ ആരോഗ്യം നിലനിർത്തുന്ന കാര്യത്തിൽ എവിടെ നിന്നെങ്കിലും ഫണ്ട് ഉണ്ടാക്കി മരുന്ന് വാങ്ങിക്കൊടുക്കേണ്ടതാണ്. അത് ഗവൺമെന്റ് വീഴ്ചയാണെന്ന് തന്നെ പറയേണ്ടി വരും. ശ്രീ കുട്ടി അഹമ്മദ് കുട്ടി, KMSCLന്റെ പ്രവർത്തനം സുതാര്യമല്ലാതിരിക്കുകയും മരുന്ന് ക്ഷാമം സംസ്ഥാനത്ത് അനുഭവപ്പെടുകയും ചെയ്യുമ്പോൾ ആരോഗ്യവകുപ്പ് ഇക്കാര്യത്തിൽ സത്യസന്ധമായും കാര്യക്ഷമമായും ഇടപെടുന്നില്ല എന്നർത്ഥം. അതാണ് കാണുന്നത്, അങ്ങനെ സംശയിക്കപ്പെടുന്നത്. അതിൽ ഞാൻ പറയാൻ മടിക്കുന്നില്ല. ശരി, ഞാൻ തിരിച്ചു വരാം. ഡോക്ടർ മാർത്താണ്ഡൻ പിള്ള നേരത്തെ പറഞ്ഞതുപോലെ ഫണ്ട് ലഭ്യമല്ല അല്ലെങ്കിൽ ഫണ്ടിന്റെ അഭാവമുണ്ട് എന്നത് നിർധനരായ രോഗികൾക്ക് ആശുപത്രിയിൽ വരുമ്പോൾ മരുന്ന് കൊടുക്കാതിരിക്കുന്നതിന് ഒരു കാരണമായി സർക്കാരിന് പറയാൻ കഴിയില്ല. അത് പറയുക എന്നുള്ളതല്ല സർക്കാരിന്റെ ഉത്തരവാദിത്വം, മരുന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അതേസമയം തന്നെ KMSCLൽ കാലാവധി കഴിഞ്ഞ 100 കണക്കിന് മരുന്നുകൾ KMSCL വെയർഹൌസിൽ കെട്ടിക്കിടക്കുന്നതായി ഓഡിറ്റ് റിപ്പോർട്ടിൽ പുറത്തു വന്നിട്ടുണ്ട്. പലതരത്തിലുള്ള അഴിമതി അവിടെ നടക്കുന്നതായുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഇതിനെല്ലാം പുറമെയാണ് ഇപ്പോൾ പണം കൊടുക്കാത്തതിൻ്റെ പേരിൽ 12 കമ്പനികൾ അവരുടെ മരുന്ന് വിതരണം സപ്ലൈ നിർത്തിവെച്ചിരിക്കുന്നത്. ഇത് ആരോഗ്യവകുപ്പ് കാര്യക്ഷമമായി ഇടപെടാത്തത് കൊണ്ട് സംഭവിച്ചതല്ലേ? സുതാര്യമായ ഒരു പ്രവർത്തനം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരം ഒരു ദുരവസ്ഥ സംസ്ഥാനത്തുണ്ടാകുമായിരുന്നു. കേരള മെഡിക്കൽ സർവീസസ് അവരുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കേണ്ടത് വളരെ ആവശ്യം തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ ശ്രീമതി ടീച്ചർ ആരോഗ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് ഇത് നടപ്പാക്കിയത്. അന്നും ഇതുപോലെയുള്ള ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഇത് നടപ്പാക്കപ്പെട്ടത്. തമിഴ്നാട്ടിലെ മാതൃകയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അവിടുത്തെ മാതൃക എന്ന് പറയുന്നത് ഇത് ഇൻഡൻ്റൊക്കെ ഒരു ആശുപത്രിയിൽ നിന്ന് വാങ്ങിക്കേണ്ട കാര്യം പോലും ഇല്ല. കാരണം ഇതെല്ലാം കമ്പ്യൂട്ടറിൽ സോഫ്റ്റ്വെയർ, അതിന് തക്കതായിട്ടുള്ള സോഫ്റ്റ്വെയർ ഇപ്പോൾ ലഭ്യമാണ്. അപ്പോൾ ഓരോ പ്രൈമറി ഹെൽത്ത് സെൻ്ററിലും ഏത് മരുന്നാണ് പെട്ടെന്ന് ചിലവാകുന്നത്, ഏത് മരുന്നിൻ്റെ കുറവുണ്ട്, അത് ഏതാണ് ഇൻറ്റൻറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഈ കമ്പ്യൂട്ടർ മുഖേന തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അവസാനത്തെ നിമിഷം ഒരു ഇൻറ്റൻറ്റ് ഒരു ആശുപത്രിയിൽ കിട്ടേണ്ട ഒരു ആവശ്യം തന്നെ വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ സോഫ്റ്റ്വെയറിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു മരുന്ന് എന്നാണ് തീരാൻ പോകുന്നത്, ഏത് മരുന്നാണ് 6 മാസം കഴിഞ്ഞാൽ എക്സ്പയറി ആകാൻ പോകുന്നത്. ഈ എല്ലാം തന്നെ ഈ കമ്പ്യൂട്ടറിൽ ലഭ്യമാകേണ്ടതാണ്, ലഭ്യമാകുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഏത് സോഫ്റ്റ്വെയറിലും അതിനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പം അത് ശരിയാം വിധം ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ 3 മാസം വരെയുള്ള കാലതാമസം, മരുന്ന് തീർന്നു കഴിഞ്ഞാൽ വീണ്ടും ലഭ്യമാക്കാനുള്ള ഈ കാലതാമസം തീർച്ചയായിട്ടും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഏത് മരുന്നാണ് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്? ഫാസ്റ്റ് മൂവിങ് ഡ്രഗ്സ്, പെട്ടെന്ന് ചിലവാകുന്ന മരുന്നുകൾ. അപ്പോൾ അതാണല്ലോ അവിടുത്തെ ആ ഒരു പ്രൈമറി സെൻ്റർ ആവശ്യമായിട്ടുള്ള മരുന്നുകൾ. അപ്പോൾ അത് കണ്ടുപിടിക്കുന്നത് ഈ സോഫ്റ്റ്വെയർ വളരെ എളുപ്പമാണ്. അപ്പോൾ അതാത് പ്രൈമറി ഹെൽത്ത് സെൻ്റർ അല്ലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൽ വേണ്ട മരുന്നുകൾ, എക്സ്പയറി ഡേറ്റ് ആകുന്ന മരുന്നുകൾ 6 മാസത്തിന് മുമ്പ് തന്നെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങൾ ഈ സോഫ്റ്റ്വെയർ ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കുകയും ആ മരുന്നുകൾ തന്നെ 6 മാസത്തിന് മുമ്പേ ആണെങ്കിൽ കമ്പനിക്ക് തിരിച്ചു കൊടുക്കാവുന്നതാണ്.
അപ്പം അവിടെയും നമുക്ക് കുറച്ച് പണം ലാഭിക്കാൻ സാധ്യത ഉള്ള കാര്യമാണ്. പിന്നെ ഏത് മരുന്നാണ് വാങ്ങിക്കേണ്ടത്? ഇപ്പോൾ ഒരു 3 മാസം ഇൻറ്റൻറ്റ് ചെയ്ത് കിട്ടാൻ കാലതാമസം വരികയാണെങ്കിൽ കമ്പ്യൂട്ടർ മുഖേന തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും 3 മാസത്തിന് മുമ്പേ ഏത് മരുന്നാണ് ഇൻറ്റൻറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം തന്നെ സോഫ്റ്റ്വെയറിൽ ലഭ്യമാകുന്ന കാര്യമാണ്. അത് അത്രയും കാര്യക്ഷമതയുള്ള ഒരു സോഫ്റ്റ്വെയർ ഇവിടെ ഉണ്ടോ എന്നുള്ളതിനെ പറ്റി ശരി ഡോക്ടർ മാർത്താണ്ഡൻ പിള്ള, അത് തീർച്ചയായും ഒരു സംശയം ഉണ്ടാക്കുന്ന ഒരു തർക്ക വിഷയമാണ്. ഞാൻ ചോദിക്കുന്നത്, ഇൻറ്റൻറ്റ് ചെയ്യപ്പെട്ട ശേഷം ഉദാഹരണത്തിന് ഇപ്പോൾ വളരെ ആവശ്യമായ പ്രമേഹത്തിന് വേണ്ട അതല്ലെങ്കിൽ കൊളസ്ട്രോളിന് വേണ്ട മരുന്ന് തീർന്നു പോകുന്നു. മെഡിക്കൽ കോളേജ് അധികൃതർ ഈ ഘട്ടത്തിൽ ചെയ്തത് അവർ ആരോഗ്യ സെക്രട്ടറിക്ക് കത്തയക്കുക എന്നുള്ളതാണ്. ആരോഗ്യ സെക്രട്ടറി ഇളങ്കോവൻ പക്ഷേ ഈ ഫയലിൽ ഒപ്പുവെക്കുകയുണ്ടായില്ല. അദ്ദേഹം അതിന് ന്യായമായി പറഞ്ഞത് ഇൻറ്റൻറ്റ് വഴി മരുന്ന് നൽകിയിട്ടും എന്തുകൊണ്ട് അത് തികഞ്ഞില്ല എന്നുള്ളതാണ്. ഇത് എത്രത്തോളം ഒരു ന്യായമായി അല്ലെങ്കിൽ ന്യായീകരണമായി നമുക്ക് നിരത്താൻ കഴിയും? സംസ്ഥാനത്ത് രോഗികളുടെ എണ്ണം കൂടുകയും അവശ്യ മരുന്നുകൾ വളരെ പെട്ടെന്ന് ചിലവാകുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു അടിയന്തര ഘട്ടത്തിൽ പെട്ടെന്ന് മരുന്ന് ലഭ്യമാക്കാനുള്ള സംവിധാനം നമുക്ക് ഉണ്ടാകേണ്ടതല്ലേ? അതെന്തുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്നില്ല? അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്. കാരണം ഇപ്പോൾ ഹെൽത്ത് സെക്രട്ടറിക്ക് അങ്ങനെ സംശയമുണ്ടെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയറിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏത് മരുന്നാണ് പെട്ടെന്ന് ഒരു പ്രത്യേക പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ അവിടെ പ്രമേഹ രോഗികൾ കൂടുതലുണ്ടെങ്കിൽ ആ മരുന്നായിരിക്കും പെട്ടെന്ന് ചിലവാകുന്നത്. അത് ആ ഈ സോഫ്റ്റ്വെയർ കണ്ടുപിടിക്കാൻ ഒരു പ്രശ്നവുമില്ല. ഈ ഉത്തരം തന്നെ മിനിറ്റുകൾക്കകം നമുക്ക് നൽകാൻ പറ്റുന്ന ഒരു ഉത്തരമാണ്. ഈ സോഫ്റ്റ്വെയർ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുകയാണെങ്കിൽ അത് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. എന്നാൽ മാത്രമേ നമ്മുടെ ഈ പറയുന്ന പോലെയുള്ള ഈ കാലതാമസം, മരുന്ന് തീർന്നിട്ട് വീണ്ടും ലഭ്യമാക്കാനുള്ള കാലതാമസം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. ശ്രീ കുട്ടി അഹമ്മദ് കുട്ടി, ഈ വിഷയത്തിൽ മരുന്നുകൾ പെട്ടെന്ന് തീർന്നു പോയ ശേഷം മെഡിക്കൽ കോളേജ് അധികൃതർ ആരോഗ്യ സെക്രട്ടറിക്ക് കത്തയച്ച് വിവരങ്ങൾ ധരിപ്പിച്ച ശേഷവും അദ്ദേഹം സംശയം പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. ഇൻറ്റൻറ്റ് പ്രകാരമുള്ള മരുന്നുകൾ നൽകിക്കഴിഞ്ഞ ശേഷം എങ്ങനെ ഈ ക്ഷാമം ഉണ്ടായി, എങ്ങനെ ഇത്ര പെട്ടെന്ന് തീർന്നു എന്നാണ് ചോദിച്ചത്. ഇതെല്ലാം സുതാര്യമായി, കണക്കുകളെല്ലാം സുതാര്യമായി ഓഡിറ്റ് ചെയ്യാനും മനസ്സിലാക്കാനും എല്ലാമുള്ള ഒരു കുറ്റമറ്റ സംവിധാനം നിലവിലില്ലാത്തത് കൊണ്ടല്ലേ സംഭവിക്കുന്നത്? നേരെ മറിച്ച് മരുന്നുകളുടെ ക്ഷാമം ഉണ്ടാകുമ്പോൾ തന്നെ അത് പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് KMSCLന്റെ പ്രവർത്തനത്തെ മാറ്റുകയല്ലേ വേണ്ടത്? അങ്ങനെ ആ രീതിയിലേക്ക് പ്രവർത്തനം മാറ്റാൻ എവിടെയാണ് നമുക്ക് തടസ്സമുള്ളത്? ഇതിന്റെ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കണം. ഇങ്ങനെ പോയാൽ രോഗികൾ കഷ്ടപ്പെടും. പിന്നെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഈ മരുന്ന് പോരാ എന്ന് പറഞ്ഞ് അയക്കുമ്പോൾ അവർ നേരത്തെ അതിനുള്ള നടപടികൾ എടുക്കേണ്ടതാണ്. ഈ ആരോഗ്യ സെക്രട്ടറി ഇങ്ങനെയാണ് മറുപടി തരുന്നെങ്കിൽ അദ്ദേഹം ചെയ്തത് തെറ്റാണ്. കാരണം രോഗികൾ കഷ്ടപ്പെടുന്ന സമയത്ത് സാങ്കേതികത്വം പറഞ്ഞ് മരുന്നുകൾ കൊടുക്കാതിരിക്കേണ്ട ആ ഫയൽ താമസിപ്പിക്കാന്ന് പറഞ്ഞ് അദ്ദേഹം ചെയ്തത് തെറ്റാണ്. ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഇടപെട്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ മരുന്ന് ക്ഷാമം തീർക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും വളരെ സുതാര്യമായ നിലയിൽ പ്രവർത്തിക്കാനുമുള്ള നടപടികൾ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നുണ്ടാകണം. അതുപോലെ തന്നെ ഗുരുതരമാണ് ശ്രീ കുട്ടി അഹമ്മദ് കുട്ടി, എക്സ്പയറി കഴിഞ്ഞ, കാലാവധി കഴിഞ്ഞ മരുന്നുകൾ ആശുപത്രിയിൽ നിന്ന് തിരിച്ചു കിട്ടുമ്പോൾ അത് സ്റ്റോർ ചെയ്യാനുള്ള, അത് സൂക്ഷിക്കാനുള്ള ഒരു സംവിധാനം ഇല്ല എന്ന് സ്റ്റോർ വെരിഫിക്കേഷൻ മാനേജർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിനും പുറമെ നിശ്ചിത ടെമ്പറേച്ചറിൽ സൂക്ഷിക്കേണ്ട മരുന്നുകൾ, അതിനുവേണ്ട സൗകര്യമില്ലാതെ എത്രയോ മരുന്നുകൾ പാഴായി പോകുന്നുണ്ട് KMSCLന്റെ വെയർഹൗസുകളിൽ. ഇതെല്ലാം കൃത്യമായി ഓഡിറ്റ് ചെയ്യാനും കൃത്യമായി എന്ത് സംഭവിക്കുന്നു എന്ന് രേഖപ്പെടുത്താനും അതിനുവേണ്ട നടപടികൾ എടുക്കാനും ഒന്നും കഴിയുന്നില്ല സംസ്ഥാനത്ത്. അല്ല, ഇത് വളരെ മുമ്പേയുള്ള പ്രശ്നമാണ്. പക്ഷെ ഇത്ര കാലം കഴിഞ്ഞിട്ടും പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞ് നമ്മൾ വളരെ വർഷങ്ങൾ പിന്നിട്ടിട്ടും ഈ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്നത് ഖേദകരമാണ്. അത് ഇനിയെങ്കിലും ഗവൺമെന്റ് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. ഗവൺമെന്റ് ഇക്കാര്യത്തിൽ പെട്ടെന്ന് ഇടപെടുകയും സത്ര നടപടികൾ ഉണ്ടാക്കുകയും വേണം. ശ്രീ കുട്ടി അഹമ്മദ് കുട്ടി, കഴിഞ്ഞ നിയമസഭയിൽ ആരോഗ്യമന്ത്രി VS ശിവകുമാർ പറഞ്ഞത് 19 പുതിയ കാരുണ്യ ഫാർമസി കൂടി ഉദ്ഘാടനം ചെയ്യുമെന്നാണ്. പക്ഷേ അതുണ്ടായില്ല. സർക്കാർ KMSCLന്റെ പ്രൊജക്ട് അനുസരിച്ച് 35 കാരുണ്യ ഫാർമസിയാണ്. അതിൽ 15 മാത്രമാണ് തുടങ്ങാൻ സാധിച്ചിട്ടുള്ളത്. ഹലോ, കേൾക്കുന്നുണ്ടോ താങ്കൾ? കേൾക്കുന്നുണ്ട്. 19 കാരുണ്യ ഫാർമസി കൂടി ഉദ്ഘാടനം ചെയ്യുമെന്നാണ് VS ശിവകുമാർ ആരോഗ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. അതുണ്ടായില്ല. അതുണ്ടാവണം. ഡോക്ടർ മാർത്താണ്ഡൻ പിള്ള, ഇതുപോലുള്ള
ഏതാണ്ട് 6 വർഷമേ ആയിട്ടുള്ളൂ KMSCL എന്ന സംവിധാനം കൊണ്ടുവന്നിട്ട്. അതിനുശേഷം ഇങ്ങോട്ട് ഗുരുതരമായ പ്രശ്നങ്ങൾ ആരോഗ്യ മേഖലയിൽ നേരിടുന്നുണ്ട്. ഒന്നാമത് കമ്മ്യൂണിക്കബിൾ ഡിസീസസിൻ്റെ കാര്യത്തിൽ പുതിയ പുതിയ രോഗങ്ങൾ ഉണ്ടാകുന്നു, കൂടുതൽ രോഗികൾ ഉണ്ടാകുന്നു, ജീവിതശൈലി രോഗങ്ങൾ ഏറി വരുന്നു. അപ്പോഴാണ് ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായ ആളുകൾക്ക് മരുന്ന് കിട്ടാത്ത സാഹചര്യം സംസ്ഥാനത്തുണ്ടാകുന്നത്. സർക്കാർ തലത്തിൽ ഈ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതിനും ഈ പ്രശ്നങ്ങൾക്ക് വളരെ പെട്ടെന്ന് പരിഹാരം കണ്ടെത്തുന്നതിനും വേണ്ട ഒരു ബദൽ സംവിധാനം ഉണ്ടാകേണ്ടതുണ്ടോ? പണ്ട് ഈ പർച്ചേസ് മുഴുവൻ നടത്തിക്കൊണ്ടിരുന്നത് ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനും ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസസും കൂടെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യക്ഷമത കുറവെന്ന് കണ്ടപ്പോഴാണ് കേരള മെഡിക്കൽ സർവീസസ് എന്നുള്ളൊരു സംവിധാനം ഉണ്ടായിരിക്കുന്നത്. ആ സംവിധാനം കുറെ കൂടെ കാര്യക്ഷമത ഉള്ളതായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷേ അത് അവിടെയുള്ള തെറ്റുകൾ കണ്ടുപിടിക്കുകയും അത് തിരുത്താനുള്ള ഒരു മനസ്സ് കാണിക്കണം എന്നുള്ളതേ ഉള്ളൂ. ഇനി ഇതിന് പകരം പുതിയൊരു സംവിധാനം കൊണ്ടുവന്നിട്ട് കാര്യമില്ല. ഇവിടെയുള്ള കാര്യങ്ങൾ തന്നെ പല പഠന റിപ്പോർട്ടുകളുണ്ട്. ഈ മരുന്നുകൾ കറക്റ്റായിട്ടുള്ള ടെമ്പറേച്ചറിലാണോ സ്റ്റോർ ചെയ്യുന്നത്? 96% മരുന്നുകളിലും സ്ഥലങ്ങളിലും ഇത് സ്റ്റോർ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ടെന്നാണ് കാണുന്നത്. ഈ സംവിധാനം ഉണ്ടായിട്ട് പോലും അത് തുടർച്ചയായിട്ട് ആ താപനില എത്രയെന്ന് കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങൾ എത്ര പേര് ഉപയോഗിക്കുന്നു, അത് എത്ര റെക്കോർഡ് ചെയ്ത് നോക്കിയാൽ 60% സെൻറ്ററുകളിലെ അത് ചെയ്യപ്പെടുന്നുള്ളൂ എന്നുള്ളതാണ്. ഈ പഠന റിപ്പോർട്ടുകളൊക്കെ ലഭ്യമാണ്. പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുത്തൽ നടപടികൾ വരുന്നില്ല എന്നുള്ളതാണ്. അതാണ് വേണ്ടത്. പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഇതെല്ലാം